ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മിൻഡീസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ നല്ല ഒരു ബ്യൂട്ടിഫുൾ പാർക്കിലാണ് നിൽക്കുന്നത്, ബ്രൂക്ലിൻ ബൊട്ടാണിക്കൽ ഗാർഡൻസ്. ഇവിടുത്തെ ചെറി ബ്ലോസം ബ്ലൂം ആയെന്ന് വിചാരിച്ചിട്ട് ഞാൻ എത്തിയതാണ്. പക്ഷേ സം ട്രീസ് ബ്ലൂം ആയിട്ടുണ്ട്, സം ഇസ് നോട്ട് ബ്ലൂം. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ട്രീസ് ഒന്നും ബ്ലൂം ആയില്ലെങ്കിലും നമുക്ക് ഈ അതോടെ നോക്കട്ടെ, ഇതോടെ കണ്ടോ, ഈ ഇതുണ്ടല്ലേ, ഇത് ചെറി ബ്ലോസത്തിൻ്റെ പ്ലാന്റാണ്. നമുക്ക് ഏപ്രിൽ സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പൂക്കുള്ളൂ കേട്ടോ. ബഡ്സ് വന്നു കഴിഞ്ഞു, പക്ഷേ നല്ല തണുപ്പായതുകൊണ്ടാണ് ഇത് ബ്ലൂം ചെയ്യാനായിട്ട് ലേറ്റ് ആകുന്നത്. ഏപ്രിൽ സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് ഇത് ബ്ലൂം ചെയ്യും. ഇത് ചൈന സിമ്പിളിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ് ബ്ലൂം ആയി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കാണാൻ കേട്ടോ, വേറെ ലെവലാണ്. ഫ്ലക്സായിക്കേ, ആ കാണുന്ന എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് ബ്ലൂം ആവും. ചെറു ബ്ലോസത്തിൻ്റെ ചെറിയ സംഭവമാണ്. നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങേ സെക്ഷനിൽ കൂടെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. ഇതിൻ്റെ ബ്ലൂംസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലേ, ഏപ്രിൽ സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഭംഗിയായിട്ടത് ബ്ലൂമായിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ ഒന്നോ രണ്ടോ ഫ്ലവേഴ്സൊക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ഫുള്ളായിട്ട് ബ്ലൂം ചെയ്തത് കാണാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഉണ്ടല്ലേ, അപ്പം നമുക്കിതിന് ചുറ്റിനും നടന്നിട്ട് വരാം ഗൈസ്. എന്നുണ്ടല്ലേ, ഫ്ലവർ ഉണ്ടോ? ഇത് വൈറ്റാണ്. ഹാ, ഓ ഐം സോറി. നമുക്ക് ആ സെക്ഷനിലെ കണ്ട അത് നല്ല ഭംഗിയിലാണ്. അത് മൊത്തം ബ്ലൂം ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ വാഷിംഗ് ഡി സി പോയ പോലെ ഈ വെള്ളത്തിനകത്തേക്ക് ബ്ലൂം ചെയ്ത് എടുക്കണ്ട. ഈ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ബ്ലൂം ആയിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടല്ലേ, നല്ല കംപ്ലീറ്റ് ഭംഗി. അത് ഫുൾ ബ്ലൂം ആയെങ്കിൽ അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ കണിക്കൊന്നെന്ന് പറയത്തില്ലേ, കണിക്കൊന്നെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല സൂപ്പറായിട്ട് വിഷുവിന് എല്ലാവരും കാണുന്ന ഒരു സംഭവമാണ് കണിക്കൊന്ന. ദേ അമേരിക്കയിൽ കണിക്കൊന്ന കണ്ട, ഈ ട്രീ മുഴുവനും നല്ല മഞ്ഞ ഫ്ലവേഴ്സ് ആയിരിക്കും ഗൈസ്, മഞ്ഞ ഫ്ലവേഴ്സ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ വെറൈറ്റി ഫ്ലവേഴ്സ് കാണാം. ഇതിൻ്റെ പേരെന്താ അറിയാമോ? ഇത് കോർണിയൽ ചെറി. അപ്പം നമുക്ക് അടുത്ത ഒരു പ്ലാന്റ് കാണാം. നല്ല ഇതിപ്പം മാർച്ച് 22 ആയതേ ഉള്ളൂ. അപ്പോൾ തണുപ്പ് അല്പം കുറഞ്ഞപ്പോഴാണ് ഇത് പതിയെ ബ്ലൂമായിട്ട് നിൽക്കണത്. ഇത് കണ്ടോ, ഈ ഫ്ലവേഴ്സ് ഉണ്ടോ? ഫ്ലവേഴ്സ് അല്ല, ഒരു കായാണ്. ഉണ്ടോ എന്ത് രസമുണ്ടെന്ന് നോക്കി. ഇത് മുഴുവനും അത് ബ്ലൂമായിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം ഗൈസ്. ഹായ്, നല്ല തണുപ്പുണ്ട്. ഇതുവഴി കണക്ട് ചെയ്ത് നമുക്ക് അങ്ങേ സെക്ഷനിലേക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഒത്തുവഴി പോയാലോ? ഇവിടുത്തെ ഗാർഡൻസ് ഒക്കെ നല്ല സൂപ്പർ അടിപൊളി സെറ്റപ്പിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തണുപ്പാണെങ്കിലും ധാരാളം ആൾക്കാർ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ടൂലിപ്സിൻ്റെ സീസണാണ്. ടൂലിപ്പിൻ്റെ സീസണിൻ്റെ ഈ നിൽക്കുന്നതൊക്കെ ടൂലിപ്സാണ്. ബ്ലൂം ആയില്ല കേട്ടോ. ഇത് ബ്ലൂം ആകാനായിട്ട് വരുന്നതേ ഉള്ളൂ. ആൾക്കാർ ഭംഗിയായിട്ടിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. രണ്ട് കിളികൾ ഇരിക്കണണ്ട ഈ ചൂടത്ത്, നല്ല സൂപ്പറായിട്ട് നമ്മളെ നോക്കിയിരിക്കുന്നുണ്ട. ഇത് ഇവിടുത്തെ ഒരു വെറൈറ്റി ടൈപ്പിലുള്ള പ്രാവുകളാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. വന്നോളൂ. ഇതാണ് ഇവിടുത്തെ ടൂലിപ്സ് ഞാൻ പറഞ്ഞത്. ബ്ലൂം ആയിട്ടില്ല, പിന്നെ ഫ്ലവേഴ്സ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഏപ്രിൽ സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ മുഴുവനും ഡാലിയയുടെ ഫ്ലവേഴ്സ് ആയിരിക്കും. ടൂലിപ്പിൻ്റെ ഫ്ലവർ. തണുപ്പത്തും ഇലകൾ പോകാത്ത മരങ്ങളാണ് ഈ നിൽക്കുന്നതെല്ലാം തന്നെ. അതുപോലെ വിൻ്ററിലും ഈ ഗാർഡനിൽ എല്ലാ മരങ്ങളും ഇലകൾ നഷ്ടപ്പെട്ടതല്ല. ചില മരങ്ങൾ മാത്രമേ ഇലകൾ നഷ്ടപ്പെട്ടിട്ടുള്ളൂ.
ഈ ഫ്ലവർ ഉണ്ടല്ലോ, ഇത് ബ്ലൂം ചെയ്യാൻ കണ്ട. ഇതിനിടയ്ക്ക് എവിടെയോ 2-3 ചെറി ബ്ലോസം ട്രീസ് ബ്ലൂം ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഒരു ടൈപ്പിലുള്ള ടൂലിപ്സ് മൊത്തം ബ്ലൂം ആയിട്ടുണ്ട്. അത് യെല്ലോ കളറിലുള്ളത് ഫസ്റ്റ് പെട്ടെന്ന് അത് ബ്ലൂം ആവും. ഫുള്ളായിട്ട് ബ്ലൂം ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൂ കേട്ടോ. തണുപ്പ് പതിയെ മാറുമ്പോഴത്തേക്കും ഇത് ബ്ലൂം ചെയ്യുന്നുണ്ടോ. റോസാപ്പൂവിൻ്റെ നമ്മുടെ താമരയുടെ ഒരു ഇതില്ലേ ഉണ്ടാ. ഈ മരങ്ങളും മുഴുവനും ആദ്യം പൂക്കൾ ഇതേമാതിരിയുള്ള പൂക്കൾ വരുന്നുണ്ട്. ഇതെല്ലാം മൊട്ടുകൾ ഇങ്ങനെ വിടരാനായിട്ടിരിക്കുകയാണ്. തണുപ്പായതുകൊണ്ടാണ് അത് ഇച്ചിരി ഇപ്പം ഇത് ചെയ്യണത്. കുറേ ഫ്ലവേഴ്സ് അതിനകത്തുനിന്ന് പതിയെ ഓരോ ഇതള് ബ്ലൂം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്ലൂം ചെയ്തിരിക്കുന്നത് ഈ ടൂലിപ്സാണ്. യെല്ലോ കളറിലെ ടൂലിപ്സാണ്. ഇത് നല്ല ഭംഗിയായിട്ട് ഇവിടെ ബ്ലൂം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ട് സെക്ഷൻ. ഇതിനകത്ത് ആണ് അവർ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതും ഓരോ പ്ലാന്റുകൾ അവർ ഗ്രോ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നോക്കുന്ന ലാബാണിത് കേട്ടോ. ഇതിനകത്ത് നമുക്ക് കയറി ഇവിടെ നിന്നത്തെ ഫ്ലവേഴ്സുകളൊക്കെ കാണാൻ പറ്റും. ഇത് മൊത്തം ബ്ലൂം ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഞാനിപ്പം 2 ആഴ്ച നേരത്തെ വന്നതുകൊണ്ട് പാർക്കിൽ ഇപ്പോഴത്തെ 2-3 ചെറി ബ്ലോസം ഒരു ബ്ലൂം ആയിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് ഇവിടെ വന്ന് നോക്കാനായിട്ട് എത്തിയത്. ആദ്യം ഇവിടുത്തെ മരങ്ങൾ മുഴുവനും തന്നെ പൂക്കുകയാണ് ചെയ്യാറുണ്ട്. ഇനിയില്ല കാണാൻ. നമുക്ക് ഈ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു നല്ല ബ്യൂട്ടിഫുൾ കളർ, വൈറ്റ്, പിങ്ക്, റെഡിഷ് എല്ലാ കളറിലെ പൂക്കളും ഇവിടെ സൂപ്പറാണ്. ഫുള്ള് മരങ്ങൾ ബ്ലൂമായിട്ട് നിൽക്കുന്ന കാണാനാണ് ഭംഗി. ഓക്കെ, തണുപ്പാണെങ്കിലും സാമാന്യം നല്ലതായിട്ട് ആൾക്കാരൊക്കെ എത്തുന്നുണ്ട് കേട്ടോ. തണുപ്പാണെങ്കിലും വെയിൽ നന്നായിട്ടുണ്ട്, പക്ഷെ എന്നാലും നല്ല തണുപ്പാണ്. എന്താ പോണേ, കണ്ടില്ലേ ചുറ്റിലുള്ള എല്ലാ മരങ്ങളും പൂക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അല്പം നേരത്തെ ആയതുകൊണ്ട് അതിൻ്റെ അനുസരിച്ചുള്ള പൂക്കളല്ലേ. അതെ, നമുക്ക് ഈ സെക്ഷനിൽ കൂടെ ഒന്ന് നടന്നിട്ട് വരാം. ഓക്കെ, ഫ്ലവേഴ്സിൻ്റെ പേട്ടകളാണ് ഗൈസ്. എല്ലാ മരങ്ങളും നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്ന കണ്ടെങ്കിലേ അതിൻ്റെ ഭംഗിയുള്ളൂ. നമുക്കത് നോക്കിയിട്ട് വരാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഒരു വാട്ടർ ലില്ലി വെച്ചിട്ട് വാട്ടർ പ്ലാന്റ് ഉണ്ട് കേട്ടോ. തണുപ്പ് കുറഞ്ഞെങ്കിലേ ആ വാട്ടർ പ്ലാന്റ് കയറി വരത്തുള്ളൂ. ഇതിനകത്ത് വാട്ടർ പ്ലാന്റ് ഉണ്ട്. താമര കാണുമായിരിക്കണം മിക്കവാറും. ഈ താമരയുടെ ഓരോ ഇതാണ് വെച്ചിരിക്കുന്നുണ്ട്. ഈ പൂളിനകത്ത് ഉണ്ടല്ലേ വാട്ടർ ലില്ലിയാണ്. താമരയുടെ മറ്റ് ഒരു വാട്ടർ ലില്ലി കളക്ഷൻ. ഇതിനകത്ത് മുഴുവനും വാട്ടർ ലില്ലിയാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇച്ചിരും കൂടെ തണുപ്പ് ഇച്ചിരും കൂടെ മാറിക്കഴിഞ്ഞെങ്കിലേ അത് പൂ മാത്രമുണ്ട്. ഇലകളൊക്കെ വരുന്നുണ്ടോ. ഈ ഒരു പൂള് മുഴുവനും വാട്ടർ ലില്ലിയാണ്. എല്ലാത്തിനും നെയിമുണ്ട് കേട്ടോ. തണുപ്പത്തും സർവൈവ് ചെയ്ത് നിൽക്കുന്ന പ്ലാന്റാണത്. എല്ലാത്തിൻ്റെ നെയിം അവിടെ പ്ലേസ് വെച്ചിട്ടുണ്ട്. അമേരിക്കയിലും വാട്ടർ ലില്ലികൾ ഫോണ്ടിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. ഇതിലും ഉണ്ടുണ്ട് മിസ്റ്റർ ഷാറ്റ്സ വാട്ടർ ലില്ലിയാണ്.
ഈ രണ്ട് പൂളിലും അവർ വാട്ടർ ലില്ലിയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു 2 വീക്സ് കഴിഞ്ഞെങ്കിലേ നമുക്ക് ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റുള്ളൂ.